വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുക എന്നാണ് ശ്രീനാരായണ ഗുരുദേവൻ ഉദ്ബോധിപ്പിച്ചത്. അതുതന്നെയാണ് ഗാന്ധിജിയും തൻ്റെ ആശയങ്ങളിൽ ഊന്നി പറയുന്നത്. ഡോക്ടർ കെ എസ് രാധാകൃഷ്ണൻ, നമുക്ക് ഡോക്ടർ എം വി നടേശൻ പറഞ്ഞതിൻ്റെ ബാക്കിയായി പറയാം. കേരളം എന്തു ചെയ്തു എന്നുള്ള ചോദ്യം. അപ്പോൾ ചോദിക്കും, ശ്രീനാരായണ ഗുരുവിൻ്റെ പേരിൽ ഒരു യൂണിവേഴ്സിറ്റി ആരംഭിച്ചിട്ടുണ്ട്. അത് ഗുരുദേവന് നൽകുന്ന അല്ലെങ്കിൽ ഗുരുദേവനോടുള്ള ആദരവിൻ്റെ ഭാഗമല്ലേ എന്ന് ചോദിക്കാം. ശ്രീനാരായണ ഗുരു ദർശനങ്ങളൊക്കെ അവിടെ പഠിപ്പിക്കാൻ വേണ്ടി ഒരു സർവകലാശാല തുടങ്ങിയിട്ടുണ്ട് എന്ന് പറയുന്നു. ഡോക്ടർ കെ എസ് രാധാകൃഷ്ണൻ, അങ്ങ് മുൻ വൈസ് ചാൻസലർ കൂടിയാണല്ലോ. അപ്പോൾ ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റി ശ്രീനാരായണ ഗുരുവിന് നൽകാൻ പറ്റുന്ന ഏറ്റവും നല്ല ഒരു അംഗീകാരം എന്നുള്ള നിലയിലാണ് ഇപ്പോഴത്തെ ഭരണകർത്താക്കൾ പറയുന്നത്. ഗുരുദേവൻ്റെ ആശയങ്ങൾ എവിടെയെങ്കിലും പഠിപ്പിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അത് ഗവേഷണം നടത്തി തന്നെ കണ്ടെത്തേണ്ടിയും വരും. ഈ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി കൊണ്ട് ഗുരുദേവൻ്റെ ആശയങ്ങൾ സമ്പൂർണ്ണമായി പഠിപ്പിക്കാൻ കഴിയും, അല്ലെങ്കിൽ അത് പാഠ്യ രംഗത്ത് അത് വലിയ മുന്നേറ്റമെന്ന് അങ്ങ് കരുതുന്നുണ്ടോ ഡോക്ടർ കെ എസ് രാധാകൃഷ്ണൻ? ഒരു സർവകലാശാല സ്ഥാപിതമായി എന്നുള്ളതിനെ ഞാൻ തീർച്ചയായിട്ടും സ്വാഗതം ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഉന്നയിച്ച പ്രധാനപ്പെട്ട പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, അങ്ങനെ ഒരു സർവകലാശാല സ്ഥാപിക്കപ്പെട്ടതുകൊണ്ട് ഗുരുദേവൻ്റെ ആശയങ്ങൾക്ക് പ്രചാരണം കൊടുക്കുന്നതിന് വേണ്ടി പരിശ്രമിക്കുമോ എന്നുള്ളതാണ്. അത് എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ഇതുവരെ കാര്യമായി നടന്നിട്ടില്ല എന്നുള്ളത് നമുക്ക് നിരാകരിക്കാൻ കഴിയില്ല. കാരണം ഗുരുദേവനെ സമഗ്രമായി പഠിക്കുന്ന ഒരു പാഠ്യക്രമം നമ്മുടെ സർവകലാശാലകളിലോ വിദ്യാഭ്യാസ സമ്പ്രദായത്തിലോ ഉൾപ്പെടുത്തിയിട്ടില്ല. അതൊരു വസ്തുതയാണ്. ഇപ്പോൾ ഗുരുദേവൻ എന്ന കവിയെ, ഞാനൊരു ഉദാഹരണം പറയുകയാണ്. ഗുരുദേവൻ എന്ന കവിയെ, ജനനീ നവരത്ന മഞ്ജരി പോലെയുള്ള കൃതികൾ എഴുതിയിട്ടുള്ള ഗുരുദേവൻ എന്ന കവിയെ അതിൻ്റെ ഗരിമയിൽ പഠിക്കുന്നതിനോ ഉള്ള ശ്രമം കേരളത്തിൽ അക്കാദമിക രംഗത്ത് നടക്കുന്നുണ്ട് എന്ന് ഞാൻ കരുതുന്നേയില്ല. കാരണം അങ്ങനെ ഒരു പഠനമൊന്നും നടക്കുന്നില്ല. ഇവിടെ പരിശ്രമിച്ചിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, ഗുരുദേവൻ കമ്മ്യൂണിസ്റ്റുകാരനാണ് എന്ന് വരുത്തി തീർക്കുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് ഇവർ എപ്പോഴും ശ്രമിച്ചിട്ടുള്ളത്. ഗുരുദേവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്മ്യൂണിസം പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി ജീവിതം മാറ്റിവെച്ച ഒരാൾ എന്ന നിലക്ക് അദ്ദേഹത്തെ അവതരിപ്പിക്കുന്നതിന് വേണ്ടിയാണ് EMS മുതൽ ഇങ്ങോട്ടുള്ള എല്ലാവരും പരിശ്രമിച്ചിട്ടുള്ളത്. അതിൻ്റെ ഏറ്റവും വലിയൊരു അപകടം എന്താണെന്ന് വെച്ചാൽ, ഗുരുദേവൻ ഒരു സനാതന ധർമ്മത്തിൻ്റെ ജീവിച്ചിരുന്ന പ്രചാരകനാണ് എന്നുള്ള കാര്യം ഇവർ മറന്നുപോവുകയാണ്. അദ്ദേഹം സനാതനധർമ്മത്തിന് ജീവിതത്തിലൂടെ ഭാഷ്യം ചമച്ച ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ കൃതികളിൽ കാണുന്ന ഭാഷ്യങ്ങൾ, ഇപ്പോൾ ഇവിടെ നടേശൻ ആ കൃതികളിൽ ചിലതിനെക്കുറിച്ച് പറഞ്ഞു. ആ കൃതികളിലെ സന്ദേശം അത് മുഴുവൻ ജീവിതത്തിൽ കർമ്മസാക്ഷ്യമാക്കി മാറ്റുകയാണ്. അതത്ര എളുപ്പമുള്ളൊരു കാര്യമല്ല. അതാണ് ഗുരുദേവൻ കാണിച്ചു തന്ന ഏറ്റവും മഹത്തായ സംഭാവന എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം ദർശനമാല എഴുതുകയും ആത്മോപദേശ ശതകം എഴുതുകയും ഈ ജനനീ നവരത്ന മഞ്ജരി എഴുതുകയും ഹിന്ദു ദേവീ ദേവന്മാരെക്കുറിച്ച് അനേകം സ്തോത്രകൃതികൾ എഴുതുകയും അത് പ്രചരിപ്പിക്കുകയും അത് പാടുകയും ഒക്കെ ചെയ്തിട്ടുള്ള ഗുരുദേവൻ, ആ ഗുരുദേവന് യാതൊരു ഉളുപ്പും കൂടാതെയാണ് ഇദ്ദേഹം സനാതനധർമ്മത്തെ അല്ല സാക്ഷ്യപ്പെടുത്തിയത് എന്നുള്ളതാണ്. സനാതനധർമ്മത്തെക്കുറിച്ച് ഒരാൾക്ക് അജ്ഞതയുണ്ട് എന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും ക്ഷന്തവ്യമാണ്, ക്ഷമിക്കേണ്ടതാണ്. കാരണം അറിവില്ലായ്മ ഒരാളുടെയും ഒരു കുറ്റമല്ല. പക്ഷേ അറിവില്ലാത്ത വിഷയത്തെക്കുറിച്ച് അറിയാമെന്ന ധാരണയിൽ പ്രചാരണം നടത്തുന്നതാണ് കുറ്റം. ശ്രീനാരായണ ഗുരുദേവൻ ജീവിതത്തിൽ പ്രയോഗിക്കാൻ ശ്രമിക്കുകയും അതിൽ വിജയിക്കുകയും ചെയ്ത സനാതനധർമ്മത്തിൻ്റെ പ്രായോഗികമായ കർമ്മപദ്ധതി, ആ കർമ്മപദ്ധതിയെ അപ്പാടെ നിരാകരിച്ചുകൊണ്ട് അദ്ദേഹം കമ്മ്യൂണിസമാണ് പ്രചരിപ്പിക്കാൻ ശ്രമിച്ചത് എന്ന് പറയുന്നത് തനിക്ക് മനസ്സിലാകാത്തത് അപ്രസക്തമാണ് എന്ന്. അങ്ങയിലേക്ക് വരാം. സ്വാമിജിക്ക് അല്പം ധൃതിയുള്ളത് കൊണ്ട് അദ്ദേഹത്തിലേക്ക് പോവുകയാണ്. സ്വാമി അസംഗാനന്ദഗിരി, ഇവിടെ ഡോക്ടർ കെ എസ് രാധാകൃഷ്ണൻ സൂചിപ്പിക്കുന്ന കാര്യം ശ്രീനാരായണ ദർശനങ്ങൾ എത്രമാത്രം കേരളം അത് ഉൾക്കൊണ്ടു എന്നുള്ളതാണ്. നമുക്കറിയാം, ഈ ദൈവദശകം കേരളത്തിൻ്റെ പൊതു പ്രാർത്ഥനാ ഗീതമാക്കണമെന്നുള്ള ആവശ്യം അത് ശ്രീനാരായണീയർ മാത്രമല്ല, കേരളത്തെ സ്നേഹിക്കുന്ന ശ്രീനാരായണ ദർശനങ്ങളെ ഉൾക്കൊള്ളുന്ന എല്ലാ ആളുകളും പൊതുവെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ദൈവദശകം
കേരളത്തിൻ്റെ പ്രാർത്ഥനാ ഗീതമായി തിരഞ്ഞെടുക്കണം. പക്ഷേ ഇന്നേ വരെ മാറി മാറി വന്ന സർക്കാരുകൾ അത് നടപ്പാക്കിയിട്ടില്ല. ആ ഗീതം പരിശോധിച്ചാൽ അറിയാം, ഒരു ദൈവത്തെയും പേരെടുത്ത് പ്രകീർത്തിക്കുന്നില്ല. 2 ഭാഗങ്ങളിൽ മാത്രമാണ് മഹാദേവൻ എന്നുള്ളൊരു പരാമർശമുള്ളത്. ആ മഹാദേവൻ യേശുക്രിസ്തു ആകാം, ആ മഹാദേവൻ അള്ളാഹു ആകാം, ആരുമാകാം. പിന്നെ എന്തുകൊണ്ടാണ് ദൈവദശകം കേരളത്തിൻ്റെ പൊതു പ്രാർത്ഥനാ ഗീതമാക്കണമെന്നുള്ള വളരെ കാലങ്ങളായിട്ടുള്ള ആവശ്യം നടക്കാതെ പോകുന്നത്? സ്വാമി അസംഗാനന്ദഗിരി. തീർച്ചയായും ചിന്തിക്കേണ്ടുന്ന വിഷയം തന്നെയാണ്. ഒരു നൂറ്റാണ്ട് പിന്നിടുമ്പോഴും ഗുരു നൽകിയ ദൈവദശകം എല്ലാവർക്കുമായി ജാതിമത ഭേദമന്യേ പ്രാർത്ഥനയ്ക്ക് ഉപയോഗിക്കാവുന്ന സൃഷ്ടിയും സൃഷ്ടാവും സൃഷ്ടിജാലവും ഒക്കെ ഒന്നായിത്തീരുന്ന ഒരേ ഒരു ഏകത്വത്തിലേക്ക് അവസാനിക്കുന്ന പൂർണ്ണമായ സുഖത്തിലേക്ക് ഒരു മനുഷ്യ സമൂഹത്തെ അല്ലെങ്കിൽ മാനവരാശിയെ ആകവെ ആഴമേറുന്ന മകസാകുന്ന ആ ആഴിയിലേക്ക് പരമമായ സുഖത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്ന ഒരു വിശ്വപ്രാർത്ഥനയാണ് ദൈവദശകം. ആ ദൈവദശകം പോലും നമ്മുടെ കേരളീയ സമൂഹത്തിന് എത്രമാത്രം ഉൾക്കൊള്ളാൻ സാധിച്ചു എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് ആശാവഹമായി ഒന്നും കാണാൻ സാധിക്കുന്നില്ല. പക്ഷേ എന്താണ് വിശ്വപ്രാർത്ഥനയായി മാറേണ്ടുന്ന ദൈവദശകം തന്നെ ഓരോ കേരളീയനും ഓരോ ഭാരതീയനും പ്രചരിപ്പിക്കുവാനുള്ള ധർമ്മം നമുക്ക് ഏവർക്കുമുണ്ട്. അതിന് ഗവൺമെൻറ്റും നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഒക്കെ ഒരുമിച്ച് ദൈവദശകത്തെ കൂടുതൽ പഠിക്കുകയും വിശ്വ സാഹോദര്യത്തിൻ്റെ മഹാമന്ത്രമായി ദൈവദശകം നമ്മൾക്ക് നിത്യവും ഉരുവിടേണ്ടുന്ന ഒരു സംസ്കാരം കേരളത്തിൽ നിന്നും തുടങ്ങേണ്ടത് തന്നെയാണ്. എല്ലാ സ്കൂളുകളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ അടക്കം എല്ലാ സ്ഥാപനങ്ങളിലും ദൈവദശകം പ്രാർത്ഥനാ ഗീതമായി മുഴങ്ങേണ്ടതുണ്ട്. അതിന് ഗവൺമെൻറ് തന്നെ മുന്നിട്ട് പരിശ്രമിക്കേണ്ടുന്നത് ഏറ്റവും ഉചിതമായിരിക്കും. വളരെ കാലം കടന്നുപോയി, ഇനിയും അതിന് പരിശ്രമിച്ചില്ലെങ്കിൽ അത് ഗുരുവിനോട് കാണിക്കുന്ന ഏറ്റവും വലിയൊരു നീതികേട് തന്നെയായിരിക്കും. അത് വലിയ നീതികേടായി തന്നെ ഇപ്പോഴും നിലനിൽക്കുകയാണ്. ശ്രീനാരായണ ഗുരുദേവൻ്റെ ആശയങ്ങൾ നടപ്പാക്കാം എന്ന് അല്ലെങ്കിൽ നടപ്പാക്കുന്നു എന്ന് പ്രഖ്യാപിക്കുന്നവർ ഒരിക്കലും ദൈവദശകത്തെ ഇത്തരത്തിൽ അവഗണിക്കുകയില്ല എന്ന് നമുക്ക് വ്യക്തമാണ്.